ഹലോ ഗായ്സ്, അപ്പോൾ അതാ പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന ചെറിയ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്തും എന്തിനാണ് വീഡിയോ എടുത്തതെന്നില്ലേ? പക്ഷേ ഈ ഒരു വീഡിയോ ഞാനല്ലോ എടുത്തത്. ശരിക്കും ഞാൻ വീഡിയോ എടുക്കാനല്ലെങ്കിൽ യൂട്യൂബിൽ ഇടാനോ വിചാരിച്ചതല്ല. പെട്ടെന്ന് പക്ഷേ മോൻ ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഏതായാലും എല്ലാം ഷെയർ ചെയ്യണമല്ലോ, അപ്പോൾ അതും കൂടി അങ്ങ് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഓനാട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ ഏതായാലും ഇതിലേക്ക് എടുക്കല്ലേ, അപ്പോൾ ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് BP കുറഞ്ഞതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറേ തവണ വൊമിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പറ്റാണ്ടായപ്പോൾ ഒക്കെ വിളിച്ചിട്ട് നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് നോക്കുമ്പോൾ ഭയങ്കര BP കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എനിക്കൊരു പനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സുഖമൊന്നും വന്നാൽ പെട്ടെന്നൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ വരില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണെങ്കിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വരാനും അതുപോലെ കാണിക്കാനൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഇത് തീരെ പറ്റാണ്ടായപ്പോഴാണ് ഹോസ്പിറ്റലിൽ വന്നത്. ഇവിടെയാണെങ്കിൽ കുറച്ച് കഞ്ഞി അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ വാങ്ങിയൊന്നല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആളെ വീട്. അപ്പോൾ ആളുടെ വൈഫ് ഇവിടെ നേഴ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെ അതുപോലെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ ആളുടെ ഉമ്മയും ഇപ്പയൊക്കെ. അപ്പോൾ നവാസ്ക്കാണെങ്കിൽ ആദ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ, കുട്ടികളെയും കൂട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ എനിക്കൊരു കോൾ വരുന്നു. ഉമ്മ പറഞ്ഞിട്ടോ ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടോ ആൾ കഞ്ഞി ആക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കില്ല നമ്മളെ സ്നേഹിക്കാൻ എത്ര ആളുണ്ടെങ്കിലും ആളില്ല എന്നുള്ളൊരു ചിന്ത ആണ് കേട്ടോ നമുക്കൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചുറ്റും നമ്മളറിയാതെ എത്രയോ പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ പ്രത്യേകം എടുത്തു പറയുന്നത്. അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാൻ അതുപോലെ എൻ്റെ വിശേഷങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അറിയാണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ആളുകളാണ് കേട്ടോ നവാസ്കൻ്റെ ഉമ്മയും ഇപ്പയൊക്കെ. അപ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് ഭയങ്കര മന്തി കഴിക്കലാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടോ കട്ടിയുള്ളതൊന്നും കഴിക്കണമെന്ന്. അപ്പോൾ മന്തി കഴിച്ചില്ല പറഞ്ഞാൽ അത് കള്ളത്തരായി പോട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടതിനെ, കാരണം കുറേ വൊമിറ്റ് ചെയ്ത് പോയതല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മന്തി കഴിച്ചു. പക്ഷേ ഈ മന്തിനെക്കാട്ടി ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് ഇപ്പോൾ ഈ കഞ്ഞി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഞ്ഞി വയറേറിയ കുടിച്ചിട്ടോ. എനിക്ക് വയറും നിറഞ്ഞു അതുപോലെ തന്നെ മനസ്സും നിറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞീനെ. അപ്പോൾ ഇതൊക്കെ കാണട്ടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.